അതെ മാഡം, ഞങ്ങൾ പാലക്കാട്ടുകാരാണേ. തിരിച്ചെത്തുമ്പോ അവിടെ ചെന്ന് ഞങ്ങൾക്ക് പറയാലോ, ഞങ്ങൾ മാഡത്തിന്റെ അടുത്തുനിന്നാ പൊങ്കാലായിട്ടേന്ന്. ആ അമൃതേടത്തി, ഞാനും സഹായിക്കാം. മാറ ശ്യാം അവിടെ നിന്ന് ഞാനിതൊക്കെ ശരിയാക്കിക്കോളാം. പൊങ്കാലയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. ദേവിക്ക് അതൊന്നും ഇഷ്ടാവില്ല. ഇവിടെ നിന്ന് അഹങ്കരിച്ചാലേ ദേവി ഉടനടി ആ അഹങ്കാരം തീർക്കും. ഞാൻ നിങ്ങളോട് വല്ലതും ചോദിച്ചോ? നിങ്ങളാരാ ദേവിയുടെ മൊത്തം കച്ചവടക്കാരിയോ? ആരഹങ്കരിക്കണം, ആര് തീർക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ മര്യാദയ്ക്ക് വന്ന ജോലി ചെയ്യും. എന്താ ഇത്? ചേച്ചിയാ ഇതിനൊക്കെ കാരണം. ഇനി ഇത് തീരുന്നത് വരെ എന്തൊക്കെ സഹിക്കേണ്ടി വരുമോ? വല്ലാത്ത അഹങ്കാരം തന്നെ. ഹലോ, എന്താ മാലിനി? മാഡം, ശ്യാമ മാഡത്തിന്റെ മകള് പൊങ്കാലിടാൻ എത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞു? ശ്യാമ മാഡം പറയുന്നത് ഞാൻ കേട്ടു. മോളെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഇപ്പൊ ശ്യാമ മാഡം അങ്ങോട്ട് പോയി. മാലിനി, ശ്യാമയുടെ തൊട്ടടുത്ത് എനിക്കൊരിടം പിടിച്ചു. എനിക്കും പൊങ്കാലയിടണം. ദേവിക്കുള്ള പൊങ്കാല ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പഴമൊഴി. ഇന്നത്തെ പൊങ്കാല ഫലിക്കുന്നത് ശ്യാമയ്ക്കായിരിക്കില്ല, എനിക്കായിരിക്കും. പെണ്ണിതെന്തായി കാണിക്കുന്നേ? എന്തു പറ്റിയതാ? ഞാൻ കണ്ടതാ അവളെ, എന്റെ കൺമുമ്പിൽ കണ്ടതാ. പക്ഷെ അപ്പോഴേക്കും ആ നാശം പിടിച്ച പുക എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ഇത്രയും പേര് പൊങ്കാലിടുമ്പോ പുകയ്ക്കാണോ പ്രയാസം? അതങ്ങനെയല്ല മാലിനി. എന്റെ കാഴ്ച കരുതിക്കൂട്ടി മറയ്ക്കാൻ എന്തോ സംഭവിച്ചതുപോലെ. പക്ഷെ മാലിനി, നീ നോക്കിക്കോ, അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഈ പൊങ്കാല പൂജ ചേർക്കുന്നതിന് മുൻപ്